ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് സം സിഗ്നേച്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറുകളാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിഗ്നേച്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ 4 ചാപ്റ്റേഴ്സാണുള്ളത്. പാബ്ലോ നെരൂദയുടെ എക്സെപ്റ്റ്സ് ഫ്രം മെമ്മോയിഴ്സിലെ ദ വേർഡ് എന്ന ഭാഗം, ദെൻ ആനി ഡില്ലാർഡിൻ്റെ എക്സെപ്റ്റ്സ് ഫ്രം പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക്, ജീനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ദ ഡിസോർഡർ, ദെൻ ലാസ്റ്റ് നെല്ലി വോങ്ങിൻ്റെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടെക്സ്റ്റിൽ തന്നെ പാഠഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. കാരണം എന്താ വെച്ചാൽ ഈ എക്സാമിന് കൂടുതലായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതാണ് ഈ ഒരു ഭാഗം തന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പാഠഭാഗം ദ വേർഡ് എന്നുള്ള പാബ്ലോ നെരൂദയുടെ ആ ഒരു പോയത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2019 മുതലുള്ള സ്ട്രീമുകാർക്കില്ല, എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല 2 മാർക്കിനായിട്ടും വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഗ്ലിറ്റേഴ്സ് ലൈക്ക് കളേർഡ് സ്റ്റോൺസ്. ഇതിൻ്റെ ആൻസർ വെവൽസ് ആണ്. കാരണം പോയത്തിലൊരു ലൈനുണ്ട്, വെവൽസ് ഐ ലവ് ദേ ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ് എന്ന്. അപ്പോൾ വെവൽസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അബൌട്ട് വാട്ട് ഡസ് നെരൂദ സേ ഐ ബോട്ട് ടു ദം. എന്തിൻ്റെ മുന്നിൽ തല കുനിക്കുന്നു എന്നാണ് നെരൂദ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വേർഡ്സ് എന്നാണ്. അത് ലൈൻ ഉണ്ട്, പോയം വായിച്ച് നോക്കിയാൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, എ ചെയിൻ ഓഫ് മൗണ്ടെയിൻ ഇൻ സ്പാനിഷ് ഈസ് ടേംഡ്. ഇത് ഈ ഒരു പാഠഭാഗം കഴിഞ്ഞിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ ഗ്ലോസറി, പാഠഭാഗത്തിൻ്റെ ആ ഒരു ഗ്ലോസറി കൂടുതലായിട്ടും പോയത്തിൽ നിന്നാണ് ഗ്ലോസറിയിൽ കൊടുത്തിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് കാണിച്ചിട്ട് ആ ഒരു വേർഡ് എഴുതാൻ പറയുക, അല്ലെങ്കിൽ ആ ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ മീനിങ് എഴുതാനായിട്ട് പറയുക. പോയത്തിൽ നിന്നും ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗ്ലോസറി ഒന്ന് പഠിക്കാം. അപ്പോൾ ചെയിൻ ഓഫ് മൗണ്ടെയിൻസ് ഇൻ സ്പാനിഷ് ഈസ് ടേംഡ് ആസ് കോർഡിലറാസ് എന്നാണ് അതിൻ്റെ വേർഡ്, സ്പാനിഷ് ടേം ആണത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, നെരൂദ കമ്പയർസ് വേർഡ്സ് ടു എ ഹീലിംഗ് സ്റ്റോൺ കോൾഡ്. നെരൂദ വേർഡ്സിനെ ഒരു ഹീലിംഗ് സ്റ്റോണുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഹീലിംഗ് സ്റ്റോൺ ഏതാണ്? അഗെയ്റ്റ്സ് എന്നാണ് അതിൻ്റെ ആ ഒരു ഹീലിംഗ് സ്റ്റോണിൻ്റെ പേര്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഓണർ ഓഫ് വിച്ച് ചെക്ക് പോയിറ്റ് ഡിഡ് നെരൂദ അഡോപ്റ്റ് ഹിസ് സ്യൂഡോണിം. ഏതൊരു ചെക്ക് പോയിറ്റിൻ്റെ പേര്, അദ്ദേഹത്തോടുള്ള സൂചകമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പേര് സ്വീകരിച്ചത്. ചെക്ക് പോയിറ്റായിട്ടുള്ള യാൻ നെരൂദയുടെ ബഹുമാന സൂചകമായിട്ടാണ് ഈ ഒരു പേര് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഹൗ ഡസ് എൻ ഐഡിയ അണ്ടർഗോ എ കംപ്ലീറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു നെരൂദ. നെരൂദയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒരു ഐഡിയ കംപ്ലീറ്റ് ചേഞ്ചിന് ഉള്ളിൽ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നത്? അക്കോർഡിംഗ് ടു നെരൂദ എൻ ഐഡിയ അണ്ടർഗോസ് എ കംപ്ലീറ്റ് ചേഞ്ച് ബൈ ഷിഫ്റ്റിംഗ് ഇറ്റ്സ് പ്ലേസ് ഓർ പ്ലേസിംഗ് എ അനദർ വേർഡ് ഇൻ ദ മിഡിൽ ഓഫ് എ ഫ്രേസ്. ഈ ഒരു പോയത്തിൽ തന്നെയുള്ള ഒരു ലൈനാണത്. അപ്പോൾ നെരൂദയുടെ അർത്ഥത്തിൽ ഒരു വേർഡിൻ്റെ ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നത് അതിൻ്റെ പ്ലേസ് മാറ്റുമ്പോഴോ, ഒരു വേർഡിൻ്റെ പ്ലേസ് മാറ്റുമ്പോഴോ, അല്ലെങ്കിൽ ആ ഒരു വേർഡിൻ്റെ പകരം പോയത്തിൻ്റെ മിഡിലോ ഫ്രേസിൻ്റെ മിഡിലോ ആയിട്ട് വേറൊരു വേർഡ് വെക്കുമ്പോഴോ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് ആർ വെവൽസ് കമ്പയർഡ് ടു. വെവൽസിനെ എന്തുമൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? വെവൽസ് ആർ കമ്പയർഡ് വിത്ത് കളേർഡ് സ്റ്റോൺസ്, സിൽവർ ഫിഷ്, ഫോം, ത്രെഡ്, മെറ്റൽ, ഡ്യൂ. വെവൽസിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് കളേർഡ് സ്റ്റോൺസുമായിട്ടും, സിൽവർ ഫിഷ്, ദെൻ ഫോം, ത്രെഡ്, മെറ്റൽ, ഡ്യൂ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ഇതുമൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദ കോൺക്വിസ്റ്റേഡേഴ്സ്. കോൺക്വിസ്റ്റേഡേഴ്സ് ഇവിടെ എന്താണ് ഉപേക്ഷിച്ചിട്ട് പോയത്? ദേ ലെഫ്റ്റ് us ദ ഗോൾഡ്, ദേ ലെഫ്റ്റ് us ദ വേർഡ്സ്. ഇതാണ് അതിൻ്റെ ആൻസർ. ദ കോൺക്വിസ്റ്റേഡേഴ്സ് ലെഫ്റ്റ് us ദ ഗോൾഡ് ആൻഡ് ദേ ലെഫ്റ്റ് us ദ വേർഡ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് എ ഫ്യൂ സിമിലീസ് യൂസ്ഡ് ബൈ നെരൂദ ടു കമ്പയർ വേർഡ്സ്. നെരൂദ പോയത്തിൽ വേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സിമിലീസ് എഴുതാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. ലൈക്ക് ആൽഗെ, ലൈക്ക് അഗെയ്റ്റ്സ്, ലൈക്ക് ഒലീവ്സ്, like stalactites, like silvers of polished wood, like coals, like a spoiled little thing. ഇതൊക്കെയാണ് നെരൂദ വേർഡ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സിമിലീസ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഐ ലീവ് ദം ഇൻ പോയം ലൈക്ക് സ്റ്റാലക്ടൈറ്റ്സ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി.
തൻ്റെ പോയത്തിൽ അദ്ദേഹം വേർഡ്സിനെ സ്റ്റാലക്ടൈറ്റ്സ് പോലെ ഉപേക്ഷിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടാപ്പറിങ് സ്ട്രക്ചർ ഹാങ്ങിങ് ലൈക്ക് എൻ ഐസിക്കിൾ ഫ്രം ദ റൂഫ് ഓഫ് എ കേവ്. ഒരു കേവിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തുള്ളികൾ കിടക്കുന്നത് പോലെ തൂങ്ങിക്കിടക്കുന്ന മഞ്ഞ് പാളികൾ അല്ലെങ്കിൽ മഞ്ഞുതുള്ളികളെയാണ് സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സ്റ്റാലക്ടൈറ്റ്സിന് നമുക്ക് യു ക്യാൻ സീ സ്റ്റാലക്ടൈറ്റ്സ് ഇൻ തൗസൻഡ്സ് ഓഫ് ഷേപ്സ്, പലതരത്തിലുള്ള ഷേപ്പുകളിൽ കാണാനായിട്ട് സാധിക്കും. നെരൂദ സെയ്സ് ദാറ്റ് ഹി യൂസ്ഡ് വേർഡ്സ് ഇൻ ഹിസ് പോയംസ് ലൈക്ക് സ്റ്റാലക്ടൈറ്റ്സ്. അദ്ദേഹം പറയുന്നത് തൻ്റെ പോയത്തിൽ അദ്ദേഹം സ്റ്റാലക്ടൈറ്റുകളെ പോലെയാണ് വാക്കുകളെ ഉപയോഗിച്ചിട്ടുള്ളത്. എ സ്റ്റാലക്ടൈറ്റ് മേ അപ്പിയർ ആസ് വൺ തിങ് ടു വൺ വ്യൂവർ ബട്ട് അനദർ തിങ് ടു അനദർ വ്യൂവർ. ഒരു സ്റ്റാലക്ടൈറ്റ് കാണുന്ന ഒരാൾക്ക് ഒരു രീതിയിലാണ് കാണുക, അതുപോലെ തന്നെ വേറൊരാൾക്ക് വേറൊരു രീതിയിലാണ് കാണുക. സോ ആർ ദ വേർഡ്സ് ഇൻ ദ പോയംസ് ഓഫ് നെരൂദ. അതുപോലെയാണ് നെരൂദയുടെ പോയത്തിലെ വേർഡ്സും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി സെക്കൻഡ് ചാപ്റ്ററാണ് ആനി ഡില്ലാർഡിൻ്റെ പിൽഗ്രീം അറ്റ് ടിങ്കർ ക്രീക്ക്. പിൽഗ്രീം അറ്റ് ടിങ്കർ ക്രീക്കിലെ ഫസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്കീമാറ്റിക് ഡയഗ്രാം. ഒരു സ്കീമാറ്റിക് ഡയഗ്രാമായിട്ട് ഈ ഒരു റൈറ്റർ എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ആൻസർ ഈസ് ഫ്രോഗിനെയാണ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാഡ് അറ്റാക്ക്ഡ് ദ ഫ്രോഗ്. ആ ഒരു ഫ്രോഗിനെ എന്താണ് അറ്റാക്ക് ചെയ്തത്? അത് നമ്മൾ കണ്ടു, എ ജയൻറ്റ് വാട്ടർ ബഗ്ഗാണ് ആ ഒരു ഫ്രോഗിനെ അറ്റാക്ക് ചെയ്തത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ്. ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? ആ ഒരു വേർഡിൻ്റെ മീനിങ് ആണ് ദ ഹിഡൻ ഗോഡ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. വാട്ട് ഈസ് ഹൂ മെയ്ഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗോഡ് ഈസ് സബ്റ്റിൽ ബട്ട് നോട്ട് മലീഷ്യസ്. ദൈവത്തിനെ നമുക്ക് അത്ര എളുപ്പത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, പക്ഷെ അദ്ദേഹം ഒരിക്കലും ക്രൂരനല്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ആരാണെന്ന്? അത് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. Then fifth question, thinkest though I made them in jest is a line from dash. ഈ ഒരു ലൈന് എവിടെ നിന്ന് എടുത്തതാണ് എന്നുള്ളതാണ്. അത് ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, അത് ഖുറാനിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ദ ഖുറാൻ എന്നുള്ളതാണ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഗെയിം ഓഫ് കാർഡ്സ്. ഇതും ഈ ഒരു പാഠത്തിൻ്റെ ഗ്ലോസറിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഗെയിം ഓഫ് കാർഡ്സ് എന്ന് മീനിങ് വരുന്ന വേർഡ്? ആ ഒരു വേർഡ് പിനോക്കിൾ എന്നുള്ള വേർഡാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ യൂസ് ദ ഫ്രേസ് ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ്. നേരത്തെ ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ് എന്നുള്ള ഒരു ഫ്രേസിൻ്റെ മീനിങ് ചോദിച്ചു. ഇപ്പോൾ ചോദിക്കുന്നത് ആ ഒരു ഫ്രേസ് ആരാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ബ്ലെയ്സ് പാസ്കൽ ആണ്. അപ്പോൾ ഈ ഒരു ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ് എന്നുള്ള ഒരു വേർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലെയ്സ് പാസ്കലാണ് ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചത്. ദെൻ ഡാഷ് വാസ് ഷ്രിങ്കിങ് ബിഫോർ മൈ ഐസ് ലൈക്ക് എ ഡിഫ്ലേറ്റിംഗ് ഫുട്ബോൾ. എന്താണ് ഒരു കാറ്റ് ഒഴിഞ്ഞു പോകുന്ന ഫുട്ബോൾ പോലെ എൻ്റെ മുന്നിൽ ഷ്രിങ്ക് ചെയ്യുന്നത് എന്ന് ഈ ഒരു ഓഥർ പറഞ്ഞിട്ടുള്ളത്? The frog was shrinking before my eyes like a deflating football. Then ninth question, Pilgrim at Tinker Creek belongs to the category of literature dash. ലിറ്ററേച്ചറിലെ ഏത് കാറ്റഗറിയിലാണ് പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് ഉൾപ്പെടുന്നത്? ഇൻക്ലൂഡ്സ് ഇൻ ദ കാറ്റഗറി ഓഫ് നാച്ചുറൽ ക്ലാസിക്സ് ആണ്. അപ്പോൾ നാച്ചുറൽ ക്ലാസിക്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് അത് പെടുന്നത്. ദെൻ ആനി ഡില്ലാർഡ് വോൺ ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ ദ ലിറ്ററേച്ചർ ഫോർ ഹർ വർക്ക്. ഏത് കൃതിക്കാണ് അവർക്ക് ഒരു പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്? ഈ ഒരു പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്നുള്ള ഈ ഒരു പുസ്തകത്തിന് തന്നെയാണ്. ദെൻ 2 മാർക്ക് 2 സെൻറ്റൻസിൽ അല്ലെങ്കിൽ 1 സെൻറ്റൻസിൽ എഴുതാനുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈറ്റ് ദാറ്റ് കണ്ടിന്യൂസ് ടു അമ്യൂസ് ഡില്ലാർഡ്. ആനി ഡില്ലാർഡിനെ ഇപ്പോഴും രസിപ്പിക്കുന്ന ആ ഒരു കാഴ്ച എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ, frogs leaping into the water from invisible position in panic when they notice somebody's approach is the sight that continues to amuse Dillard. അപ്പോൾ ഒരു ഫ്രോഗ്സ് ആളുകൾ വരുന്ന സമയത്ത് ഒന്ന് പാനിക്കായിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള പൊസിഷൻസിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുന്ന ആ ഒരു കാഴ്ചയാണ് ഓഥറിനെ ഇപ്പോഴും അമ്യൂസ് ചെയ്യുന്ന ഒരു കാഴ്ച. ദേ മേക്ക് സം നോയ്സ് ആസ് ദ ലീപ്പ്. അവരങ്ങനെ ചാടുമ്പോൾ ചില സൗണ്ടും ഉണ്ടാക്കാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ജയൻറ്റ് വാട്ടർ ബഗ് അറ്റാക്ക് ദ ഫ്രോഗ്. എങ്ങനെയാണ് ഒരു ജയൻറ്റ് വാട്ടർ ബഗ് ഈ ഒരു ഫ്രോഗിനെ അറ്റാക്ക് ചെയ്യുന്നത്?
ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ലൈൻസ് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്ത ആ ഒരു ലൈൻസ് തന്നെ എഴുതുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ. ഇറ്റ് ക്യാച്ചസ് ദ ഫ്രോഗ് വിത്ത് ഇറ്റ് സ്ട്രോങ് ലെഗ്സ്, ഹഗ്സ് ഇറ്റ് tight and paralyzes it with enzymes injected during a vicious bite. Through the puncture, it shoots poisons that dissolve the victim's muscles, bones and organs. അപ്പോൾ ഒരു ഫ്രോഗിനെ അതിൻ്റെ ലെഗ്സ് യൂസ് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യുകയും ദെൻ ഒരു വിഷ്യസ് ബൈറ്റിൻ്റെ ആ ഒരു സമയത്ത് കുത്തിവെക്കുന്ന ഒരു എൻസൈം വെച്ചിട്ട് അതിനെ ഫുള്ളി പാരലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ആ ഒരു പങ്ക്ചറിൽ കൂടെ ആ കുത്തിവെക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പോയ്സൺ കയറ്റുന്നത്. ആ ഒരു പോയ്സൺ ആ ഒരു വിക്ടിംസിൻ്റെ അതിൻ്റെ ആ ഒരു ഇരയുടെ മസിൽസും ബോൺസിനെയും ഓർഗൻസിനെയും വരെ ഡിസോൾവ് ചെയ്യാനായിട്ട് കഴിവുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയ്സണാണ്. ദെൻ ദ ബഗ് സക്സ് ഔട്ട് ഫ്രോഗ്സ് ബോഡി റെഡ്യൂസ് ടു എ ജ്യൂസ്. അതിനുശേഷം ഈ ഒരു ബഗ് ആ ഒരു ഫ്രോഗിൻ്റെ ബോഡിയിലുള്ള സാധനങ്ങളൊക്കെ ഊറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂഷ്വൽ മെത്തേഡ് ഓഫ് ഡിവോറിങ് ദെയർ പ്രേ ബൈ കാർണിവോറസ് എനിമൽ? മാംസബുക്കുകളായിട്ടുള്ള ജീവികൾ അവരെങ്ങനെയാണ് അവരുടെ പ്രേയിനെ ഇരയെ ഭക്ഷിക്കാറുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The usual method is subduing the prey by downing or grasping it and then eating it whole or in a series of bites. അപ്പോൾ ഒരു യൂഷ്വൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡൗൺ ചെയ്തിട്ട് പിടിക്കുക അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യുകയോ അതിന് ശേഷം അതിനെ മുഴുവനായിട്ട് ഭക്ഷിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കടികളായിട്ട് ഭക്ഷിക്കുകയോ ചെറുതായിട്ട് കടിച്ചു മുറിച്ച് കഴിക്കുകയോ ആണ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഷ്രിങ്കിങ് ഫ്രോഗ് കമ്പയർഡ് ടു? ഒരു ഷ്രിങ്ക് ആവുന്ന ചുരുങ്ങി പോകുന്ന ഫ്രോഗിനെ എന്തുമായിട്ടാണ് ഓദർ ഇവിടെ കമ്പയർ ചെയ്യുന്നത്? ദ ഷ്രിങ്കിങ് ഫ്രോഗ് ഈസ് കമ്പയർഡ് ടു എ ഡിഫ്ലേറ്റിംഗ് ഫുട്ബോൾ. കാറ്റൊഴിയുന്ന ഫുട്ബോളിനെ ആയിട്ടാണ് ഈ ഒരു ഓദർ കമ്പയർ ചെയ്തിട്ടുള്ളത് ഷ്രിങ്കിങ് ഫ്രോഗിനെ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പാസ്കൽസ് ഒബ്സർവേഷൻ അബൌട്ട് ഗോഡ്? പാസ്കലിന് ഗോഡിനെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ എന്താണ്? പാസ്കൽ ഒബ്സർവേഷൻ ഓഫ് ഗോഡ് ഈസ് ദാറ്റ് ഹി ഈസ് Deus Absconditus. ദാറ്റ് ഈസ് എ ഹിഡൻ ഗോഡ്. ദൈവം ഒരു ഹിഡൻ ഗോഡ്, ഡ്യൂസ് അബ്സ്കോണ്ടിറ്റസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്, അതായത് ഹിഡൻ ആയിട്ടുള്ള ഒരു ഗോഡ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഐൻസ്റ്റൈൻസ് കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് നേച്ചർ? ഐൻസ്റ്റൈൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഐൻസ്റ്റൈൻ കോൺസെപ്റ്റ് ഈസ് ദാറ്റ് ഗോഡ് ഈസ് സബ്റ്റിൽ ബട്ട് നോട്ട് മലീഷ്യസ്. ഹി തിങ്സ് നേച്ചർ കൺസീൽസ് ഹെർ മിസ്റ്ററി ബൈ മീൻസ് ഓഫ് ഹെർ എസെൻഷ്യൽ ഗ്രാൻഡർ നോട്ട് ബൈ ഹെർ കണ്ണിങ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ദൈവത്തിനെ എപ്പോഴും അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒന്നല്ല. പക്ഷെ ദൈവം ഒരിക്കലും ക്രൂരനല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നേച്ചർ തൻ്റെ മിസ്റ്ററീസിനൊക്കെ അതിൻ്റെ ഒരു ഗ്രാൻഡറിൽ കൂടെയാണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലാതെ അതിൻ്റെ കണ്ണിങ്ങിൽ കൂടെ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Then seventh question, what question regarding the creator of the universe is appreciated by Dillard? യൂണിവേഴ്സിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഏതൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ ആനി ഡില്ലാർഡ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. The question she appreciated is the one asked by Allah in the Quran. Do you think I made the heaven and earth and all in between in just? അവർ അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഖുറാനിൽ അള്ളാഹ് ചോദിച്ചിട്ടുള്ളതാണ്, ഈ ഒരു ലോകവും അല്ല ഈ ഒരു ഭൂമിയും ഈ ഒരു സ്വർഗവും അതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ വെറുതെ ഉണ്ടാക്കിയതാണോ, തമാശക്ക് ഉണ്ടാക്കിയതാണോ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് അവർ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ചാപ്റ്ററാണ് ഐ സ്റ്റാൻഡ് വിത്ത് യു എഗെയിൻസ്റ്റ് ദ ഡിസോർഡർ. ജീനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ഒരു പാഠഭാഗമാണിത്. ഈ ഒരു പാഠഭാഗത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ ഒക്കനാഗൻ. ഒക്കനാഗനിലൂടെ ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ്? കൊളംബിയ എന്നുള്ളതാണ് ആ ഒരു റിവറിൻ്റെ നെയിം. ടു വിച്ച് എത്നിക് ട്രൈബ് ഗ്രൂപ്പ് ഡസ് ആംസ്ട്രോങ്സ് മദർ ബിലോങ്? ആംസ്ട്രോങ്ങിൻ്റെ അമ്മ ഏതൊരു ട്രൈബ് ഗ്രൂപ്പുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതിൻ്റെ ആൻസർ റിവർ ഇന്ത്യൻ എന്നാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ വെറും റിവർ ഇന്ത്യൻ എന്ന് മാത്രം എഴുതി വെച്ചാൽ പോരാ. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ആംസ്ട്രോങ്സ് മദർ ബിലോങ് ടു ദ എത്നിക് ട്രൈബ് ഗ്രൂപ്പ് റിവർ ഇന്ത്യൻസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഒക്കനാഗൻ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 34 പേജ് നമ്പർ 34 ലാസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവർ വൺ സ്കിൻ എന്നുള്ള വേർഡാണ് അവരതിനെ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ട്രൈബ് ഈസ് ഇൻ ചാർജ് ഓഫ് ദ ഫിഷറീസ്? ഫിഷറീസിൻ്റെ ചാർജിലുള്ള ട്രൈബ് ഏത് ട്രൈബുകളാണ്? അതിൻ്റെ ആൻസറും റിവർ ഇന്ത്യൻസ് തന്നെയാണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ,
Okanagan states that the body is dash, the body is sacred എന്നാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. What are the 4 main capacities that operate together when the Okanagans speak of themselves as individual? Okanagans അവർ സ്വയം ഇൻഡിവിജ്വൽസിനെ അവരെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന 4 മെയിൻ കപ്പാസിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. They are the physical self, emotional self, thinking intellectual self and the spiritual self. Then second question, what does the Okanagan word for ourselves mean? Okanagൻ്റെ വേർഡ് ourselves എന്നോട് ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ദ വൺസ് ഹു ആർ ഡ്രീം ആൻഡ് ലാൻഡ് ടുഗദർ. ഒരുമിച്ച് സ്വപ്നം കാണുന്നതും ഒരുമിച്ച് നിലത്തിൽ വർക്ക് ചെയ്യുന്നവരും എന്നാണ് അവർ ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ഒക്കനാഗൻസ് ട്രീറ്റ് ദ ബോഡി? ഒക്കനാഗൻസ് അവരുടെ ബോഡിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ദ ഒക്കനാഗൻ ട്രീറ്റ് ദ ബോഡി ആസ് സാക്രഡ്. It is the core of their being which permits the rest of the self to be. They consider it as the greatest gift of their existence. ഒക്കനാഗൻസ് അവരുടെ ബോഡിയെ പരിശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ നിലനിൽപ്പിന് തന്നെ സഹായിക്കുന്ന ഒന്നായിട്ടാണ് അവരുടെ ബോഡിയെ കണക്കാക്കുന്നതും. അവരുടെ നിലനിൽപ്പിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് അവരൊരു ബോഡിയെ കൺസിഡർ ചെയ്യുന്നത്. Then fourth question, what word comes closest to the meaning of thinking intellectual self? Thinking intellectual selfിനോട് ഏറ്റവും കൂടുതൽ ക്ലോസസ്റ്റ് മീനിങ് ആയിട്ട് വരുന്ന ഒക്കനാഗൻ വേർഡ് ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസസ്റ്റ് മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. The word which comes closest to the meaning of thinking intellectual self is the spark that ignites എന്നുള്ള ആ ഒരു വേർഡാണ്. Then fifth question, what are the 2 rocky mountain ranges around Armstrong's birthplace? ആംസ്ട്രോങ്ങിൻ്റെ ബർത്ത് പ്ലേസിന് ചുറ്റുമുള്ള 2 റോക്കി മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. The 2 rocky mountain ranges around Armstrong's birthplace are Cascades and the Selkirks. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അതിൽ നിന്ന് തുടങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ വാട്ട് ആർ ദ 2 റോക്കി മൗണ്ടെയിൻ റേഞ്ചസ് അറൗണ്ട് ആംസ്ട്രോങ്സ് ബർത്ത് പ്ലേസ്, അതിൻ്റെ ഉത്തരം നമുക്ക് വേണമെങ്കിൽ കാസ്കേഡ്സ് ആൻഡ് ദ സെൽക്കിക്സ് എന്ന് എഴുതാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ എഴുതണം. അപ്പോഴാണ് അതൊരു 2 മാർക്കിനുള്ള ആൻസറായിട്ട് മാറുകയുള്ളൂ. ദ 2 റോക്കി മൗണ്ടെയിൻ റേഞ്ചസ് അറൗണ്ട് ആംസ്ട്രോങ്സ് ബർത്ത് പ്ലേസ് ആർ കാസ്കേഡ്സ് ആൻഡ് ദ സെൽക്കിക്സ്, അങ്ങനെ തന്നെ എഴുതണം. ഇനി അടുത്ത ചാപ്റ്ററാണ്, ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. നെല്ലി വോങ്ങിൻ്റെ ഒരു പോയമാണിത്. ഈ ഒരു നെല്ലി വോങ്ങിൻ്റെ പോയത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നെല്ലി വോങ്സ് നാഷണാലിറ്റി. നെല്ലി വോങ്ങിൻ്റെ നാഷണാലിറ്റി ഏതാണ്? ചൈനീസ് അമേരിക്കൻ ആണ് നെല്ലി വോങ്. ദെൻ ഡാഷ് ഈസ് എ റൈറ്റിംഗ് കളക്റ്റീവ് ഓഫ് ചൈനീസ് അമേരിക്കൻ വുമൺ ഫൗണ്ടഡ് ബൈ നെല്ലി വോങ്. നെല്ലി വോങ് സ്ഥാപിച്ചിട്ടുള്ള ചൈനീസ് അമേരിക്കൻ വിമൻസിൻ്റെ ഒരു റൈറ്റിംഗ് കളക്റ്റീവ്, അതിൻ്റെ പേരെന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അൺബൗണ്ട് ഫീറ്റ് എന്നാണ് അതിൻ്റെ ഒരു പേര്. Then third question, name the poem written by Nellie Wong which is permanently installed in a public place in San Francisco. നെല്ലി വോങ് എഴുതിയൊരു പോയം സാൻ ഫ്രാൻസിസ്കോയിൽ പബ്ലിക് പ്ലേസിൽ പെർമനൻ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ആ ഒരു പോയത്തിൻ്റെ പേരാണ് സോങ്സ് ഓഫ് ഫെയർവെൽ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ ലെക്ചർ സീരീസ് വിച്ച് മെയ്ഡ് വോങ് പോപ്പുലർ. അവരെ ഫേമസ് ആക്കിയിട്ടുള്ള ലെക്ചർ സീരീസിൻ്റെ പേരെന്താണെന്നാണ്. വിമൻ ആൻഡ് റവല്യൂഷൻ അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ എന്നുള്ളതാണ് അവർ നടത്തിയിട്ടുള്ളതിൽ ഫേമസ് ലെക്ചേഴ്സ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ബൈ വോങ് വെൻ വിമൻ റൈസ് ഡാഷ്. വിമൻ റൈസ് ഡാഷ് എന്നുള്ള ഇതിൻ്റെ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ വിമൻ റൈസ് എവറി വൺ വിൽ റൈസ് എന്നാണ് അവിടെ വരിക. ഇനി സെൻറ്റൻസ് 2 സെൻറ്റൻസിലും 1 സെൻറ്റൻസിലൊക്കെ എഴുതാനുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ലൈൻ ഇൻ ദ പോയം? ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. ഈ ഒരു പോയത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ലൈൻ ഏതാണെന്നും എത്ര തവണയാണ് ഒരു ലൈന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതും എന്നാണ് ചോദിക്കുന്നത്. ഒരു പോയം വായിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു പോയത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ലൈന് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നുള്ള ആ ഒരു ലൈൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിമും. ഇറ്റ് ഈസ് റിപ്പീറ്റഡ് 11 ടൈംസ്. 11 തവണയാണ് ഈ ഒരു പോയത്തിൽ ഈ ഒരു ലൈന് ആവർത്തിച്ച് വരുന്നത്. വാട്ട് കൈൻഡ് ഓഫ് എ പോയം ഈസ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. എത്തരത്തിലുള്ള ഒരു പോയമാണ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം. അപ്പോൾ ഇത് ഈ ഒരു ആൻസർ എഴുതുമ്പോൾ ദ പോയം വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം എന്ന് എഴുതണം. അപ്പോഴാണ് ഒരു ആൻസർ ഫുള്ളാവുകയുള്ളൂ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ്ഡ് എമംഗ് ദ സിബ്ലിങ്സ് ദാറ്റ് മെയ്ഡ് ഫീൽ പോയിറ്റ് ക്രഷ്ഡ് ബിറ്റ്വീൻ ഹൈ വാൾസ്. പോയറ്റിനെ
അവരുടെ സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള എന്തൊരു ഡിസ്ക്രിമിനേഷനാണ് അവരെ ഒരു വാൾസിനിടയിലിട്ട് ക്രഷ് ചെയ്യുന്നത് പോലെ അവർക്ക് ഫീൽ ആക്കാനായിട്ടുള്ള കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പോയ്റ്റ്സ് സിസ്റ്റേഴ്സ് ഹാഡ് ഫെയർ സ്കിൻ ആൻഡ് സോ ദേ ഗോട്ട് praised for their beauty. This made the poet feel crushed between high walls. ആ ഒരു പോയറ്റിൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നും അതുകൊണ്ട് തന്നെ അവരുടെ സൗന്ദര്യത്തിൻ്റെ പേരിൽ അവരെ ഒരുപാട് പുകഴ്ത്തപ്പെടുകയും പിന്നെ അവരെ ഒരുപാട് അഭിനന്ദനങ്ങൾക്ക് അർഹരാകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഹൈ വാൾസിനിടയിലിട്ട് ക്രഷ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. വാട്ട് ഈസ് ദ ഇമേജ് ഓഫ് ദ ഡിസയറബിൾ വുമൻ ദാറ്റ് ഈസ് സീൻ ഇൻ ദ പോയം? ഈ ഒരു പോയത്തിൽ കാണിക്കുന്ന പോയറ്റ് ആഗ്രഹിക്കുന്ന ആ ഒരു ഡിസയറബിൾ വുമണിൻ്റെ ഇമേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് പോയറ്റ് ആഗ്രഹിക്കാൻ എത്തരത്തിലുള്ളൊരു വുമൺ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ദ ഇമേജ് ഓഫ് ദ ഡിസയറബിൾ വുമൻ ദാറ്റ് ഈസ് സീൻ ഇൻ ദ പോയം ഈസ് ടു ബി ലൈക്ക് എ ബ്ലോണ്ട് മൂവി സ്റ്റാർ വിത്ത് വൈറ്റ് സ്കിൻ ആൻഡ് സെൻസുവസ് ലിപ്പ്. നല്ല സ്വർണ്ണ തലമുടികളുള്ള ഒരു സിനിമാ നടിയെ പോലെയും നല്ല വെളുത്ത സ്കിന്നുള്ളത് പിന്നെ സെൻസുവസ് ലിപ്പ് കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ലിപ്സുള്ള ഒരാൾ അത്തരത്തിലുള്ള ഒരു ഡിസയറബിൾ വുമനായിട്ട് മാറാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് വാസ് ദ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി ദാറ്റ് എമേർജ്ഡ് ത്രൂ ഹെർ ഹാബിറ്റ് ഓഫ് റീഡിങ്? അവരുടെ ഒരു ഹാബിറ്റ് ഓഫ് റീഡിങ് കാരണം അവരിൽ ഉണ്ടായിട്ട് വന്നുള്ള കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പോയറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ദ ബ്യൂട്ടി ദാറ്റ് എമർജ്ഡ് ത്രൂ ഹെർ ഹാബിറ്റ് ഓഫ് റീഡിങ് വാസ് ഷീ ഷുഡ് ബി ബ്ലോണ്ടെ വിത്ത് കേളി ഹെയർ വിത്ത് വൈറ്റ് പെയിൽ സ്കിൻ ആൻഡ് ഷുഡ് ഹാവ് സെൻസേഴ്സ് സ്ലിപ്പ്. നേരത്തെ പറഞ്ഞ അതൊരു ആൻസർ തന്നെയാണ് ഇവിടെയും വരുന്നത്. അവരൊരു ബ്ലോണ്ടെ ആയിരിക്കണം, സ്വർണ്ണ തലമുടിയുള്ളവരും പിന്നെ ചുരുണ്ട തലമുടി സ്വർണ്ണ നിറത്തിലുള്ള ചുരുണ്ട തലമുടിയും പിന്നെ വൈറ്റ് പെയിൽ സ്കിന്നുമുള്ള പിന്നെ സെൻസസ് ലിപ്സ് ഉള്ള ഒരു സ്ത്രീ ആയിട്ട് മാറിയിരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ബ്യൂട്ടിയുടെ കോൺസെപ്റ്റ്. ദെൻ വാട്ട് മെയ്ഡ് ദ പോയറ്റ് പ്രൗഡ് ഓഫ് ഹെർസെൽഫ് ആൻഡ് എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്? എന്താണ് പോയറ്റിന് അവരിൽ തന്നെ അഭിമാനം ഉണ്ടാക്കാനും താനും ഈ ഒരു കൂട്ടത്തിൽ പെട്ടവളാണ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കാനുള്ള കാരണം? എന്താണ് അങ്ങനെ ഒരു ഫീൽ പോയറ്റിന് ഉണ്ടാക്കി കൊടുത്തത്? She was proud of her English, her grammar and her spelling. She was fitting in the group of smart Chinese children. Thus she felt belonging and in line. അപ്പോൾ ഈ ഒരു പോയറ്റിന് അവരുടെ ഇംഗ്ലീഷ്, അവരുടെ കളറിലും ഇതിലൊക്കെ ഒരുപാട് അവർക്ക് ഡിപ്രഷൻ തോന്നിയിരുന്നെങ്കിലും അവരുടെ ഇംഗ്ലീഷിൽ അവർക്ക് വളരെയധികം അഭിമാനം ഉണ്ടായിരുന്നു. അവരുടെ ഗ്രാമറിലും അവരുടെ സ്പെല്ലിങ്ങിലുള്ള കറക്ഷനും പിന്നെ അവർ ഈ ഒരു ചൈനീസ് സ്മാർട്ട് ചിൽഡ്രൻ്റെ ഗ്രൂപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു ആ ഒരു സമയത്ത്, ഒരു സ്ത്രീ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവളാണ്, ഒരു ലൈനിലുള്ളവളാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വർ ദ ലക്കി ഗേൾസ്? ഈ ഒരു പോയത്തിൽ ഓതർ പറയുന്നുണ്ട് ചിലവർ പെൺകുട്ടികളൊക്കെ വളരെയധികം ലക്കി ഗേൾസ് ആണ്. അവരാരായിരുന്നു, എത്തരത്തിലുള്ളവരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ദ ലക്കി ഗേൾസ് വേർ ദ rich white girls and some yellow with their imported cotton dresses, then their cashmere sweater and their curly hair. കുറച്ച് റിച്ച് ആയിട്ടുള്ള വൈറ്റ് ഗേൾസും കുറച്ച് യെല്ലോ ആളുകളും അവരുടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇറക്കുമതി ചെയ്തിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകളും കാശ്മീർ സ്വെറ്റേഴ്സും പിന്നെ കേളി ഹെയറും ഒക്കെ ഉള്ളവരാണ് ഈ ഒരു പോയറ്റിൻ്റെ കോൺസെപ്റ്റിൽ ലക്കി ഗേൾസ് ആയിട്ട് അവർ കണക്കാക്കിയിരുന്നത്. ദെൻ 8th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് റിഗാർഡഡ് ആസ് അൺഅമേരിക്കൻ ആയിട്ട് അവർ കണക്കാക്കിയിരുന്നത് എന്തായിരുന്നു? നോട്ട് ഈറ്റിംഗ് അമേരിക്കൻ ഫുഡ് ആൻഡ് നോട്ട് ഫോളോയിങ് അമേരിക്കൻ സ്റ്റൈൽ, നോട്ട് ഹാവിങ് വൈറ്റ് സ്കിൻ ആൻഡ് ബീങ് ബോൺ ഓഫ് ചൈനീസ് പാരൻസ് റിഗാർഡഡ് ആസ് അൺഅമേരിക്കൻ. അവിടെ ഒരു കോൺസെപ്റ്റിൽ അമേരിക്കൻ ഫുഡ് കഴിക്കാതിരിക്കുക, അമേരിക്കൻ സ്റ്റൈൽ ഫോളോ ചെയ്യാതിരിക്കുക, അവരെ പോലുള്ള വൈറ്റ് സ്കിൻ ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ ഒരു ചൈനീസ് പാരൻറ്റിന് ജനിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അൺഅമേരിക്കൻ എന്നായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. വാട്ട് വെർ ദ പോയറ്റ്സ് ഫുഡ് ഹാബിറ്റ്? പോയറ്റിൻ്റെ ഒരു ഫുഡ് ഹാബിറ്റുകൾ എന്തായിരുന്നു? ഷീ വാസ് ഈറ്റിംഗ് ചൈനീസ് ഫുഡ് അറ്റ് ഹോം ബട്ട് ഷീ ഹങ്കർഡ് ഫോർ അമേരിക്കൻ ഫുഡ്. വീട്ടിൽ അവർ ചൈനീസ് ഫുഡാണ് കഴിച്ചിരുന്നെങ്കിൽ കൂടി അവർ അമേരിക്കൻ ഫുഡ് കഴിക്കാനായിരുന്നു കൂടുതലായിട്ട് ആഗ്രഹിച്ചിരുന്നത്. ദെൻ വൈ വാസ് ദ പോയറ്റ് അഷെയിംഡ്? പോയറ്റ് എന്തുകൊണ്ടാണ് അവർക്ക് സ്വയം ഒരു നാണക്കേട് തോന്നിയത്? ഷീ വാസ് അഷെയിംഡ് ഓഫ് യെല്ലോ മെൻ, ദെയർ സ്മോൾ സൈസ്, ദെയർ വീക്ക് ബോഡീസ്, ദെയർ ഹാബിറ്റ് ഓഫ് സ്പിറ്റിംഗ് ഓൺ ദ സ്ട്രീറ്റ്, ദെയർ കഫിങ് ആൻഡ് ദെയർ ലൈയിങ് ഇൻ ദ സൺലെസ് റൂം ആൻഡ് ടേക്കിംഗ് ഇഞ്ചക്ഷൻ ഇൻ ദെയർ ആം. അവർ അഷെയിംഡ് ആയത്, അവർക്ക് നാണക്കേട് തോന്നിയത് അവരുടെ അതേ കൾച്ചറിൽപ്പെട്ട യെല്ലോ മെന്നിനെ കുറിച്ച് ഓർത്തിട്ടാണ്. അവരുടെ ചെറിയ സൈസും അതായത് അധികം വലിപ്പവും തടിയൊന്നും ഇല്ലാത്ത അവരുടെ ബോഡി
ബോഡി, അവരുടെ വീക്കായിട്ടുള്ള ബോഡീസ്, പിന്നെ അവർ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ സ്പിറ്റ് ചെയ്യുന്ന തുപ്പുന്ന അവരുടെ ഒരു ഹാബിറ്റ്, ദെൻ അവരുടെ കഫിങ് ചുമ, പിന്നെ അവർ വെളിച്ചമൊന്നുമില്ലാത്ത മുറിയിൽ കയറിയിട്ട് മയക്കുമരുന്നുകളൊക്കെ കുത്തിവെക്കുന്നത്, അതിലൊക്കെ അവർക്ക് വളരെയധികം നാണക്കേട് തോന്നിയിരുന്നു. വാട്ട് വാസ് ദ നോഷൻ ഓഫ് ക്ലീൻലിനെസ് ദാറ്റ് മെയ്ഡ് ദ പോയറ്റ് ഡെസ്പറേറ്റ്? ഈ ഒരു പോയറ്റിനെ അത്രയധികം ഡെസ്പറേറ്റ് ആക്കിയിട്ടുള്ള ക്ലീൻലിനെസ്സിനെ കുറിച്ചുള്ള നോഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്ലീൻലെസ്സിനെ കുറിച്ച് അവരെന്താണ് പറയുന്നത് എന്നാണ്. ഷീ തോട്ട് ഗോഡ് മെയ്ഡ് വൈറ്റ് പീപ്പിൾ ക്ലീൻ. ഹെർ കോൺസെപ്റ്റ് ഓഫ് ക്ലീൻലിനെസ് വാസ് വൈറ്റ്. അവരുടെ ഒരു ചിന്താഗതിയിൽ ഗോഡ് വൈറ്റ് പീപ്പിളിനെയാണ് ക്ലീൻ ആയിട്ട് ജനിച്ചിട്ടുള്ളത്. അവരുടെ ഒരു കോൺസെപ്റ്റിൽ ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. ഷീ ബാത്ത്ഡ് മെനി ടൈംസ് ടു ഗെറ്റ് ഹെർ സ്കിൻ കളർ വൈറ്റ് ബട്ട് ഷീ കുഡ് നോട്ട് ഷെഡ് ഹെർ സ്കിൻ ആൻഡ് ദിസ് മെയ്ഡ് ഹെർ ഡെസ്പറേറ്റ്. അവർ ഒരുപാട് തവണ അവരുടെ സ്കിൻ കളർ വൈറ്റ് ആക്കാൻ വേണ്ടി ബാത്ത് ചെയ്യുമായിരുന്നു, പക്ഷെ അവർക്ക് അവരുടെ ഒരു സ്കിന്ന് ഷെഡ് ചെയ്തിട്ട് വൈറ്റായിട്ട് മാറാനായിട്ട് സാധിച്ചില്ല. ദിസ് മെയ്ഡ് ഹെർ ഡെസ്പറേറ്റ്. അത് അവരിൽ ഒരുപാട് നിരാശ ഉണ്ടാക്കി. വേർ ഡിഡ് ദിസ് ഗേൾ വിഷ് ടു എസ്കേപ്പ് ടു ഇൻ ഹെർ ചൈൽഡ്ഹുഡ് ഫാൻറ്റസി? അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ഫാൻറ്റസിയിൽ അവരെവിടേക്ക് എസ്കേപ്പ് ആവാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. She wanted to run away to purple mountains, to houses by the sea with nothing overhead, with space to breathe uncongested with yellow people. അപ്പോൾ യെല്ലോ പീപ്പിളൊന്നും കുത്തി നിറക്കാത്ത ഒരു പർപ്പിൾ മൗണ്ടെയിൻ, അവിടെ ഒരുപാട് സീനോട് ചേർന്നിട്ട് ഒരുപാട് ഹൗസസ് ഉണ്ടായിരുന്നു. അങ്ങനെ തലക്ക് മുകളിലൊന്നുമില്ലാത്ത, അതായത് ഒരു ബാധ്യതകളൊന്നും ഇല്ലാത്ത, ഒരു ചിന്തകളും ഇല്ലാത്ത, ഒരുപാട് ശ്വാസം എടുക്കാനൊക്കെ സ്ഥലമുള്ള, ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു സ്പേസ്, ആ ഒരു പർപ്പിൾ മൗണ്ടെയിനിലേക്ക് ഓടി രക്ഷപ്പെടാനാണ് അവർ ആഗ്രഹിച്ചത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്രാൻസിഷൻ സജസ്റ്റഡ് ഇൻ ദ കൺക്ലൂഡിങ് ലൈൻസ് ഓഫ് ദ പോയം? ഒരു പോയത്തിൻ്റെ കൺക്ലൂഡിങ് ലൈൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ട്രാൻസിഷൻ ഇൻ ദ കൺക്ലൂഡിങ് ലൈൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ. കൺക്ലൂഡിങ് ലൈൻസ്, എ സെൽഫ് റിയലൈസേഷൻ ഈസ് എഫക്റ്റഡ് ആസ് ഷീ ഡിസ്കവേഴ്സ് ഹെർ എത്നിക് ഐഡൻറ്റിറ്റി. ഒരു സെൽഫ് റിയലൈസേഷനാണ് അവിടെ കാണിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു എത്നിക് ഐഡൻറ്റിറ്റി എന്താണെന്ന് അവർ തിരിച്ചറിയുന്നു. ഷീ റീകൺസൈൽസ് വിത്ത് ഹെർ ചൈനീസ് അമേരിക്കൻ ഐഡൻറ്റിറ്റി, ദെർബൈ ബ്രേക്കിംഗ് എവേ ഫ്രം ദ സ്റ്റീരിയോടൈപ്പ് ഓഫ് വെസ്റ്റേൺ ബ്യൂട്ടി കൾട്ട്. അവരുടെ ആ ഒരു ചൈനീസ് അമേരിക്കൻ ഐഡൻറ്റിറ്റിയുമായിട്ട് പൊരുത്തപ്പെടുകയും പിന്നെ ആ ഒരു സ്റ്റീരിയോടൈപ്പിക് ഓഫ് വെസ്റ്റേൺ ബ്യൂട്ടി കൾട്ടിനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റീരിയോടൈപ്പിക് സാധാരണ രീതിയിലുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെട്ട് വരികയും ചെയ്യുകയാണ്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു മൊഡ്യൂളിൽ ഫുള്ള് വൺ വേർഡ് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.